നമ്മുടെ ലൈഫിൽ പല സമയങ്ങളിലും നമ്മൾ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ പോലും എന്നെ ഭയപ്പെടുത്തുന്നത്? എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ ഒരു വാക്ക് പോലും എന്നെ തകർക്കുന്നത്? സത്യത്തിൽ കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകൾ എന്നൊന്നില്ല. പക്ഷേ ഒരുപാട് തവണ ഹർട്ടായ ആളുകളുണ്ട്, ഒരുപാട് തവണ ജഡ്ജ് ചെയ്യപ്പെട്ട ആളുകളുണ്ട്, ഒരുപാട് തവണ ഇഗ്നോർ ചെയ്യപ്പെട്ട ആളുകളുണ്ട്. അവരുടെയൊക്കെ ഉള്ളിൽ പതിയെ പതിയെ ഒരു വിശ്വാസം വളരും. ഞാൻ പോരാ, എനിക്ക് കഴിയില്ല, ഞാൻ തെറ്റ് പറയുമോ, ആളുകൾ കളിയാക്കുമോ? അതാണ് ശരിക്കും കോൺഫിഡൻസ് കുറയാൻ തുടങ്ങുന്ന ഒരു കാരണമാകുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇഷ്യൂകളുള്ളപ്പോൾ ഫിയർ ഉണ്ടെങ്കിലും ഓവർ തിങ്കിങ് ഉണ്ടായാലും എങ്ങനെ നമുക്ക് സ്ലോലി കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം എന്നാണ്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. പലർക്കും തോന്നുന്നത് കോൺഫിഡൻസ് എന്നത് എല്ലാവരുടെയും മുന്നിൽ ബോൾഡായി സംസാരിക്കാൻ, ഒരിക്കലും പേടിക്കാതിരിക്കുക, എപ്പോഴും സ്ട്രോങ് ആയിട്ട് കാണുക, ഇതൊക്കെയാണ്. പക്ഷെ യഥാർത്ഥ കോൺഫിഡൻസ് അതല്ല. യഥാർത്ഥ കോൺഫിഡൻസ് എന്നത് എനിക്ക് ഭയമുണ്ടെങ്കിലും ഞാൻ ശ്രമിക്കും, എനിക്ക് ഹർട്ടായാലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും, ആളുകൾ ജഡ്ജ് ചെയ്താലും ഞാൻ എന്നെ വിട്ടുകൊടുക്കില്ല. ഇതാണ് റിയൽ കോൺഫിഡൻസ്. കാരണം കോൺഫിഡൻസ് എന്നത് നോയ്സ് അല്ല, അതൊരു സൈലന്റ് ട്രസ്റ്റ് ആണ്, സ്വന്തം മേലുള്ള ഒരു വിശ്വാസം. എന്തുകൊണ്ടാണ് പലർക്കും കോൺഫിഡൻസ് നഷ്ടമാകുന്നത്? നമ്മളുടെ കോൺഫിഡൻസ് ഒരു ദിവസം കൊണ്ടല്ല പോകുന്നത്. ചില എക്സ്പീരിയൻസസ് അത് സ്ലോലി എടുത്തു കളയുന്നതാണ്. നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്, കമ്പാരിസൺ, ഫെയിലർ, ഇതൊക്കെയാണ് ഇതിനൊക്കെയുള്ള കാരണം. ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, കുട്ടിക്കാലത്ത് നിനക്കിതൊന്നും പറ്റില്ല, അവനെ നോക്ക്, നീ ഇപ്പോഴും തെറ്റാണ്, ഇങ്ങനെ റിപ്പീറ്റായിട്ട് കേൾക്കുമ്പോൾ നമ്മളുടെയൊക്കെ മൈൻഡ് അത് ബിലീവ് ചെയ്യാൻ തുടങ്ങും. ചെറുപ്പം തൊട്ടേ നമ്മളൊക്കെ പലതവണ കേട്ടിട്ടുള്ള ഈ കാര്യമൊക്കെയാണ് നമ്മളുടെയൊക്കെ കോൺഫിഡൻസ് കുറവിന് പലപ്പോഴും കാരണമായിട്ടുള്ളത്. കമ്പാരിസൺ. സോഷ്യൽ മീഡിയ തുറന്നാൽ എല്ലാവരും ഹാപ്പി, എല്ലാവരും സക്സസ്ഫുൾ, എല്ലാവരും കോൺഫിഡൻറ്റ്. പക്ഷേ നമ്മൾ മാത്രം സ്ട്രഗിൾ ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും. അവിടെ നിന്നാണ് ഇൻസെക്യൂരിറ്റി തുടങ്ങുന്നത്. നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കാണുന്ന ഷോർട്ട് വീഡിയോസ് മാത്രമായിരിക്കും. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്ത് അവരുടെയൊക്കെ യഥാർത്ഥ ജീവിതം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ മനസ്സിലാവും നമ്മൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ള ലൈഫിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത്. ഫെയിലർ. ഒരു ഫെയിലർ കഴിഞ്ഞാൽ പലരും ഫെയിലറിനെ എക്സ്പീരിയൻസ് ആയിട്ട് കാണുന്നില്ല, ഐഡൻറ്റിറ്റി ആയിട്ടാണ് കാണുന്നത്. ഞാൻ ഫെയിലായി എന്നതിന് പകരം ഞാൻ ഫെയിലറാണ് എന്ന് ബിലീവ് ചെയ്യുന്നു. അതാണ് ഡേഞ്ചറസ്. തോൽവി എന്ന് പറയുന്നത് അതൊരു അവസാനമല്ല. നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ പലപ്പോഴും തകർന്നു പോയിട്ടുള്ള ചില നിമിഷങ്ങളുണ്ടാവും. അത് മറ്റുള്ളവരുടെയൊക്കെ പരിഹാസങ്ങൾ കൂടെ കൊണ്ടാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് തോൽവി എന്നതൊരു അവസാനമല്ല. നമുക്കിനിയും അവസരങ്ങളുണ്ട്, നമുക്കിനിയും ആരോഗ്യമുണ്ട്, നമുക്കിനിയും കഴിവുകളുണ്ടെങ്കിൽ നമ്മൾ ഇനിയും മുന്നോട്ട് പോവാം. കോൺഫിഡൻസ് ഇല്ലാതാക്കുന്ന ചില ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓവർ തിങ്കിങ്. ഓവർ തിങ്കിങ് കോൺഫിഡൻസിൻ്റെ ഒരു വലിയ ശത്രുവാണ്. കാരണം നമ്മൾ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മൈൻഡിൽ ഫെയിലിയറിനെ ക്രിയേറ്റ് ചെയ്യും. ഞാൻ തെറ്റ് പറയുമോ, ആളുകൾ എന്ത് വിചാരിക്കും, എനിക്ക് പേടി തോന്നുമോ, ഇങ്ങനെയുള്ള മൈൻഡ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളോട് നെഗറ്റീവ് ഫ്യൂച്ചറിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പീപ്പിൾ പ്ലീസിങ്. എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് പതിയെ കോൺഫിഡൻസ് നഷ്ടമാകും. കാരണം അവർ സ്വന്തം ഫീലിങ്സിനെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങും. ഇല്ല എന്ന് പോലും പറയാൻ അവർക്ക് പേടിയാകും. നമ്മൾ മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെയൊക്കെ ഇഷ്ടങ്ങൾ, നമ്മളുടെയൊക്കെ നേട്ടങ്ങൾ നമ്മളവിടെ മറന്നു പോവുകയാണ്. നമ്മൾ നമ്മളെ തന്നെ മറന്നിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. നമ്മളൊക്കെ ആലോചിക്കുക, നമ്മളൊക്കെ ചിന്തിക്കുക, ബുദ്ധിയുള്ള മനുഷ്യരാണ്. അപ്പം നമ്മൾക്ക് എന്താണോ നല്ലതെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണോ ബെറ്റർ എന്ന് തോന്നുന്നത്, ഇത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ബെറ്റർ ആണെന്നുള്ള 100% കോൺഫിഡൻസ് എനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ എൻ്റെ വിജയത്തിൻ്റെ ഫോക്കസിൽ ഞാൻ നിൽക്കേണ്ടതാണ്. അല്ലെങ്കിൽ എൻ്റെ വിജയത്തിന് എയിം ചെയ്തിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ട് നിൽക്കേണ്ടതാണ്. സെൽഫ് ക്രിറ്റിസിസം. ചില ആളുകൾക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ശത്രു പുറത്തല്ല, അവരുടെയൊക്കെ ഓൺ മൈൻഡാണ്. ഞാൻ അഗ്ലിയാണ്, ഞാൻ ബോറിംഗ് ആണ്, എനിക്ക് ടാലൻ്റ് ഇല്ല, ഇങ്ങനെയൊക്കെ നമ്മൾ സ്വമേധയാ നമ്മൾ വിശ്വസിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു നെഗറ്റീവിനെ, ഇങ്ങനെ ഒരു എനിമീനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഇത് നമ്മുടെ കോൺഫിഡൻസ് കുറയും.
നമ്മൾ സ്വമേധയാ മറ്റുള്ളവരുടെയൊക്കെ ലൈഫ് കണ്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ അപ്പിയറൻസ് കണ്ടിട്ട് നമ്മളെ വിലയിരുത്തേണ്ട ആവശ്യമില്ല. നമുക്കൊക്കെ ഉള്ള അപ്പിയറൻസ് വെച്ചിട്ട്, നമുക്ക് ഉള്ള കഴിവുകൾ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മളെ വിജയങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. ഉറപ്പായിട്ടും നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് സക്സസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയുള്ളത് കോൺഫിഡൻസ് എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നുള്ളതാണ്. സ്മോൾ വിൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കോൺഫിഡൻസ് സഡൻലി വരുന്നൊരു കാര്യമല്ല. ഒരു ദിവസം പെട്ടെന്ന് നമുക്കങ്ങോട്ട് കോൺഫിഡൻസ് കിട്ടില്ല. സ്മോൾ ആക്ഷനിൽ നിന്നാണ് ബിൽഡാകുന്നത്. ചെറിയൊരു ഡിസിഷൻ സ്വയം എടുക്കുക, ചെറിയൊരു ഒപ്പീനിയൻ പറയുക, ചെറിയൊരു ഫേസ് ചെയ്യുക. എവറി സ്മോൾ സ്റ്റെപ്സ് ടെൽസ് യുവർ ബ്രെയിൻ എന്നാണ്. അതായത് എനിക്ക് കഴിയും, ചെറിയ ചെറിയ നേട്ടങ്ങളിലൂടെ, ചെറിയ ചെറിയ ആക്സെപ്റ്റൻസിലൂടെ എനിക്കെൻ്റെ വലിയ വലിയ നേട്ടങ്ങളെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്ന് ഞാൻ സ്വയം എൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഇംപെർഫെക്റ്റ് ആയിട്ടും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. പലരും കോൺഫിഡൻസ് എന്ന് വന്നതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാമെന്നിട്ട് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ സത്യം എന്താണെന്നറിയാമോ? സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ശരിക്കും കോൺഫിഡൻസ് വരിക. ഇപ്പം നമുക്ക് എത്രത്തോളം ധൈര്യമാണോ ഉള്ളത്, എത്രത്തോളം എബിലിറ്റി ആണോ ഉള്ളത്, എത്രത്തോളമാണോ ഇപ്പം നമ്മൾ വിജയിച്ചിട്ടുള്ളത്, ഈ സമയം തൊട്ടിട്ട് നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ വിജയത്തിലേക്ക് നമ്മൾ ഇനീഷ്യൽ സ്റ്റെപ്പ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യാനുള്ളത്. സെൽഫ് റെസ്പെക്റ്റ് ബിൽഡ് ചെയ്യാം. നമ്മൾക്ക് വാല്യൂ കൊടുക്കുമ്പോൾ, നമ്മൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഒരു പരിധി വരെ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് താനേ വരും. കോൺഫിഡൻസിനും സെൽഫ് റെസ്പെക്റ്റിനും വലിയ കണക്ഷൻ ഉണ്ട്. നിങ്ങളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകളുടെ പിന്നാലെ കണ്ടിന്യൂസ്ലി പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സ്ലോലി പറയാൻ തുടങ്ങും, ഞാൻ ഇമ്പോർട്ടൻ്റ് അല്ല, എനിക്കതിനുള്ള കഴിവില്ല, അല്ലെങ്കിൽ എനിക്ക് അത്രത്തോളം എത്തിച്ചേരാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ബൗണ്ടറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ്ലി തോട്ടുള്ള ആളുകളെയൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ പറിച്ചു കളയുക. നിങ്ങളുടെ പ്രോഗ്രസ് കമ്പയർ ചെയ്യുക പഴയ നിങ്ങളുമായിട്ട് മാത്രമായിരിക്കണം. നമുക്ക് ചുറ്റുള്ള ആളുകളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. അവരുടെയൊക്കെ പൊട്ടൻഷ്യൽ, അവരുടെയൊക്കെ കപ്പാസിറ്റി, അവരുടെയൊക്കെ സിറ്റുവേഷൻ, ഫിനാൻഷ്യലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഹെൽത്ത് വൈസ് ആണെങ്കിലും എല്ലാം നമ്മളൊക്കെ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പം നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് പഴയ നമ്മളായിട്ട് മാത്രമായിരിക്കണം. അപ്പോഴാണ് നമുക്കുള്ള പ്രോഗ്രസ്സിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. കോൺഫിഡൻസ് ആൻഡ് ഹീലിംഗ്. റിയൽ കോൺഫിഡൻസ് ലുക്സ് ലൈക്ക് ദിസ് എന്നാണ്. അതായത് റിയൽ കോൺഫിഡൻസ് എന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമില്ല, പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യാം. തെറ്റുകൾ വന്നാലും ജീവിതം അവസാനിക്കുന്നില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുക. നോ പറയാൻ പഠിക്കുക. ഒറ്റയ്ക്ക് നിന്നാലും സ്വന്തം വാല്യൂ മനസ്സിലാക്കുക. ഫിയർ ഉണ്ടായാലും ആക്ഷൻ എടുക്കുക. ഇതൊക്കെയാണ് റിയൽ കോൺഫിഡൻസ്. നിങ്ങളിപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളായിരിക്കും. ഓവർ തിങ്കിങ് ഉണ്ടാകാം, ഫിയർ ഉണ്ടാകാം, സെൽഫ് ഡൗട്ട് ഉണ്ടാകാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, കോൺഫിഡൻസ് എന്നത് ജന്മനാ നമുക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് അല്ല. അത് സ്ലോലി നമ്മുടെ ഉള്ളിൽ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ട ഒരു പ്രോസസ്സാണ്. ഓരോ തവണ നിങ്ങൾ ഭയപ്പെട്ടിട്ടും മുന്നോട്ട് പോകുമ്പോൾ, ഓരോ തവണ നിങ്ങൾ തകർന്നിട്ടും വീണ്ടും എഴുന്നേൽക്കുമ്പോൾ, അവിടെയാണ് റിയലി കോൺഫിഡൻസ് നിങ്ങളിൽ ജനിക്കുന്നത്. കോൺഫിഡൻസ് എന്നത് ഒരിക്കലും ഒരു വീഴാത്തതല്ല, വീണാലും വീണ്ടും വീണ്ടും എഴുന്നേൽക്കാമെന്നുള്ള ഒരു വിശ്വാസമാണ്. അപ്പം അങ്ങനെയുള്ളൊരു വിശ്വാസമാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ലൈഫ് ചേഞ്ചിങ് ടിപ്സ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ കണ്ടൻറ്റുകൾ നിങ്ങൾക്കൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കമൻറ്റിൽ നിങ്ങളൊന്ന് രേഖപ്പെടുത്താം.